ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇലത്തോരനുമായിട്ടാണ്. നമ്മളിൽ പലരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഇലത്തോരനാണ്. നമ്മുടെയൊക്കെ പറമ്പിൽ കാണുന്ന ചൊറിയണം കൊണ്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. ചൊറിയണം നല്ല ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. നല്ല ടേസ്റ്റാണ് ഈ തോരന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെയൊക്കെ പറമ്പിൽ കാണുന്ന ഈ ചെടിയാണ് ചൊറിയണം. ചില സൈഡുകളിൽ ഇതിന് കൊടിത്തൂവാന്നും പറയാറുണ്ട്. ഇത് നമ്മൾ ചൊറിയെന്ന് പറഞ്ഞ് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ഇത് പറിച്ച് കളയാറാണുള്ളത്. പക്ഷെ നല്ല ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. ഇത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം പറിച്ചെടുക്കാൻ. ഈ ചെടിയുടെ അകത്ത് ചെറിയ രോമം പോലുണ്ട്. അത് നമ്മുടെ കൈയുടെ പുറത്ത് തൊടുമ്പോഴാണ് നമ്മുടെ കൈ ചൊറിയുന്നത്. നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് തൊടുമ്പം ചൊറിയത്തൊന്നുമില്ല. നിങ്ങളിത് ഒരു ഗ്ലൗസ് ഇട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ തൂത്തിട്ടോ ഇത് പറിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂത്തിട്ടാണ് ഇത് പറിച്ചെടുത്തത്. എൻ്റെ കൈ ചൊറിഞ്ഞൊന്നുമില്ല. ഇപ്പം ഞാൻ ഇത് കണ്ടില്ലേ, കുറേ ഇല ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ, ഈ ചെടിയുടെ അകത്ത് ചെറിയ രോമമുണ്ട്. അത് നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് ടച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈ ചൊറിയത്തൊന്നുമില്ല. പക്ഷെ പുറം ഭാഗത്താണ് ഇത് തൊടുന്നതെങ്കിൽ നമ്മുടെ കൈ ചൊറിയും. അപ്പം നിങ്ങൾ കൈയുടെ പുറം ഭാഗത്ത് തൊടാതെ ഇത് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇതുപോലൊരു കത്രിക വെച്ച് നമുക്ക് ഓരോ ഇലയും കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് മൂത്ത ഇല നമ്മൾ തോരന് വേണ്ടി എടുക്കരുത്. കിളുന്ന ഇല തന്നെ എടുക്കാൻ നോക്കുക. അപ്പം ഞാനിവിടെ എല്ലാ ഇലയും ഇതുപോലെ കട്ട് ചെയ്യാണ്. നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ പൂവൊന്നും തോരൻ വെക്കാൻ വേണ്ടി ഉപയോഗിക്കത്തില്ല. ഇല മാത്രമേ തോരനായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. അപ്പം പൂവൊന്നും നിങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കരുത്. അപ്പം ഞാൻ ഇവിടെ എല്ലാ ഇലയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ കൈയുടെ ഉൾഭാഗം കൊണ്ട് ഈ ഇലയിൽ തൊട്ടാൽ ചൊറിയത്തൊന്നുമില്ല. പക്ഷേ പുറം ഭാഗത്ത് ഈ ഇല തൊടുവാണെങ്കിൽ നന്നായിട്ട് ചൊറിയും. ഇനി നമുക്കിതിൻ്റെ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ ഇലയുടെ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഒരുപാട് നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടരുത്. ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഇടരുത്. അതിൽ കൂടുതലൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ ഇതിൻ്റെ ഗുണം എല്ലാം പോകും. അപ്പം ഞാൻ 2 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 2 വട്ടം പച്ചവെള്ളത്തിലും കൂടി നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയൊന്നും അങ്ങനെ തേച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ സാധാരണ മത്തയിലയും ചീരയിലൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ, സാധാ ഇലത്തോരനൊക്കെ അരിയുന്ന പോലെ തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് തോരൻ വെച്ച് തന്നെ നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. എല്ലാം ഇതേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തോരൻ വെക്കാം. അതിനായിട്ടുള്ളൊന്ന് കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, അല്പം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പം ഞാൻ തേങ്ങ ആക്കിയത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ തോരൻ വെക്കാൻ നോക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തോരന്. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കരുത്. 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ. ഉഴുന്നുപരിപ്പൊക്കെ ഇടുമ്പോൾ നമ്മുടെ തോരന് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും.
നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചൊറിയണത്തിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുക്കായി കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ സാധാ ഇലത്തോരനൊക്കെ വെക്കുന്ന അത്രയും സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിൽ നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കരുത്. കാരണം നമ്മൾ ഈ ഇല കഴുകിയൊക്കെ എടുത്തപ്പം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഇതിനകത്ത് ഇനി വേറെ വെള്ളമൊന്നും നിങ്ങൾ ഒഴിക്കരുത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിലൊക്കെ പിടിക്കാതെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൊറിയണം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ കർക്കിടകത്തിനൊക്കെ പത്തിലത്തോരൻ്റെ കൂടെയുള്ള ഒരിലയാണിത്. നല്ല ഔഷധ ഗുണമുണ്ട്. ഒരുപാട് അസുഖങ്ങൾക്കിത് മരുന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഒരു വെട്ടുമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ചൊറിയത്തില്ല, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.